ഗുഡ് മോർണിംഗ്. ഓൺലൈൻ ബയോളജി ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ 9ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായിട്ടുള്ള പ്രൊട്ടക്റ്റേഴ്സ് ഓഫ് ബയോസ്ഫിയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ആ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ബയോഡൈവേഴ്സിറ്റിയിലെ പ്രൊഡ്യൂസേഴ്സാണ് പ്ലാന്റ്സ് എന്നും അവയെ ആശ്രയിച്ച് കഴിയുന്നവരാണ് നമ്മളെപ്പോലുള്ള ഹെട്രോട്രോപ്സ് എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ ഓട്ടോട്രോപ്സ് എന്നും ആ ഓട്ടോട്രോപ്സിനെ ആശ്രയിച്ച് ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്ന ആൾക്കാരെ നമ്മളെപ്പോലുള്ളവരെ നമ്മൾ എന്ത് വിളിക്കും? ഹെട്രോട്രോപ്സ് എന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്ലാന്റ്സ് ഫോട്ടോസിന്തസിലൂടെ ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ട് അത് ഡിഫറെൻറ്റ് ഫോംസിൽ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് അല്ലേ? ഓക്കെ. ഇനി നമ്മൾ ഈ പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ ആ നീഡ് എന്താണ്, അതിനുശേഷം എന്തൊക്കെയാണ് അതിനോട് സംഭവിക്കുന്നത്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് മനസ്സിൽ വരുന്നുണ്ടാവും നമ്മൾ പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫുഡിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, കറക്റ്റാണ്. അപ്പോൾ ആ ഫുഡ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ആ ഫുഡിന് എന്തൊക്കെ ചേഞ്ചസ് വരുന്നുണ്ട്, ആ ഫുഡിന് എന്തൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്, എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് ഓരോ ഭക്ഷണത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്, അങ്ങനെ തുടങ്ങി നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഇപ്പോൾ ഫുഡ് ആയതുകൊണ്ട് തന്നെ നല്ല ഇൻട്രസ്റ്റിൽ നിങ്ങളത് കേട്ടിരിക്കുന്നത് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ നോക്കാം, നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് കടക്കാം. അപ്പോൾ പിക്ചറിൽ ഒരുപാട് ഫുഡ് ഐറ്റംസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫുഡിനൊക്കെ ഇങ്ങനെ ഒരു പൈ ഡയഗ്രാം മാതിരി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ത് ബേസിലാണ് ഈ ഒരു ഫുഡിൻ്റെ ഒരു പൈ ഡയഗ്രാം ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സോ വി ഗെറ്റ് ന്യൂട്രിയൻസ് റിക്വയർഡ് ഫോർ അവർ ലൈഫ് ആക്ടിവിറ്റീസ് ഫ്രം ദ ഫുഡ് വി ഈറ്റ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? നമുക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസും പോഷകങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡ് അതിനനുസൃതമായിട്ട് ന്യൂട്രിയൻ റിച്ച് ആയിരിക്കണം. കാരണം നമ്മൾ ഫുഡ് കഴിക്കുന്നത് നമുക്ക് ന്യൂട്രിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ന്യൂട്രിയൻസ് പറയുമ്പോൾ ഒരുപാട് വെറൈറ്റി ഓഫ് ന്യൂട്രിയൻസ് ഉണ്ട്. സോ ന്യൂട്രീഷൻ ഈസ് ദി പ്രോസസ് ഓഫ് പ്രൊവൈഡിങ് ഓർ ഒബ്റ്റെയിനിങ് ദ ഫുഡ് നെസസറി ഫോർ ഹെൽത്ത് ആൻഡ് ഗ്രോത്ത്. അതായത് നമ്മുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് അല്ലെങ്കിൽ ന്യൂട്രീഷൻ എന്ത് ചെയ്യുക, നമുക്ക് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫുഡിലൂടെ നടക്കുന്നത്. സോ ഫുഡ് കഴിക്കാനുള്ള കാരണം നമ്മുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള, നമ്മുടെ ഹെൽത്തിന് ആവശ്യമായിട്ടുള്ള ഫുഡ് മീൻസ് ന്യൂട്രിയൻസ് അതിലൂടെ കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ന്യൂട്രീഷൻ എന്നൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ആവശ്യത്തിനുള്ള ഭക്ഷണം കിട്ടുന്നുണ്ട്. ആ ഭക്ഷണത്തിൽ എന്തുണ്ട്, ആ ഭക്ഷണത്തിൽ എന്ത് സാധിക്കണം, നമ്മുടെ വളർച്ചയ്ക്കും ഹെൽത്തിനും സാധിക്കുന്ന തരത്തിലുള്ള ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, നമ്മൾ ചെറുപ്പത്തിലേ പഠിച്ചത് ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ട്ബുക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ന്യൂട്രിയൻസിൻ്റെ പേരുകൾ ഒന്ന് എഴുതി വയ്ക്കുക. വേഗം എഴുതുക. നിങ്ങൾ ചെറുപ്പത്തിലേ പഠിച്ചിട്ടുണ്ടാവും ന്യൂട്രിയൻസ് എന്താണ്, ന്യൂട്രീഷൻ എന്താണ്, ന്യൂട്രിയൻസ് കിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ കയറി വന്നിട്ട്, അല്ലെങ്കിൽ ഈ പിക്ചർ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് കയറി വരുന്ന കുറച്ച് ന്യൂട്രിയൻസിൻ്റെ പേരൊന്ന് എഴുതി വയ്ക്കുക. ഒന്നും കിട്ടില്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ചാൽ മതി. നിങ്ങളിങ്ങനെ എന്താ പറയുക, ഓരോ ഭക്ഷണം കഴിക്കുമ്പോൾ പറയും, ഈ ഭക്ഷണത്തിൽ ഇന്ന സാധനം ഉണ്ട് എന്നോട് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ആലോചിക്കുക. അല്ലെങ്കിൽ ഈ ഒരു പൈ ഡയഗ്രാം നോക്കിയിട്ട് ഈ ഡയഗ്രത്തിൽ കാണുന്ന ഫുഡുകൾ ഏത് കാറ്റഗറിയിലാണ് വരിക എന്നുള്ളത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെയാണ് നമുക്ക് കിട്ടേണ്ട ന്യൂട്രിയൻസ് എന്ന്. സോ പ്ലീസ് ലിസ്റ്റ് ഡൗൺ ദ ഇമ്പോർട്ടൻറ്റ് ന്യൂട്രിയൻസ് ഇത് റിക്വയർഡ് ഫോർ അവർ ലൈഫ് ആക്ടിവിറ്റീസ്. നമ്മൾ ലൈഫ് ആക്ടിവിറ്റീസിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസിൻ്റെ പേരൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. Okay, I hope that you completed the work. So here the table 12.1 which includes the major nutrients that are required for our life activities, and they are carbohydrate, protein, fat, minerals, vitamin and water. So these are major nutrients that are required for our life activities, and here we have to study the functions of these nutrients. First of all, carbohydrates. Okay, carbohydrates are the one of the 3 macronutrients in our diet, with their main functions being to provide energy to the body. അതായത് മാക്രോ ന്യൂട്രിയൻസ് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് മാക്രോ. അപ്പോൾ പ്രധാനമായിട്ടുള്ള 3 മാക്രോ ന്യൂട്രിയൻസിൽ ഒരാളാണ് കാർബോഹൈഡ്രേറ്റ്സ്. നമ്മുടെ ഡയറ്റിൽ നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ട നിർബന്ധ ഘടകമാണ് കാർബോഹൈഡ്രേറ്റ്സ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ ടു പ്രൊവൈഡ് എനർജി. നമുക്ക് എനർജി ഗിവിങ് ആയിട്ടുള്ള എനർജി സോഴ്സാണ് എന്ത്? കാർബോഹൈഡ്രേറ്റ്സ്. ദേ ഒക്കർ ഇൻ മെനി ഡിഫറെൻറ്റ് ഫോംസ് ലൈക്ക് ഷുഗേഴ്സ്, dietary fiber and many other foods such as
ദ ഹോൾ ഗ്രെയിൻസ് എക്സെട്ര. ഓക്കെ, അപ്പോൾ ഈ പിക്ചറിൽ കാണിച്ച പോലെ തന്നെ ധാന്യങ്ങളിലൊക്കെ ഒരുപാടധികം എന്ത് കാണുന്നുണ്ട്, കാർബോഹൈഡ്രേറ്റ്സ് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയാറുണ്ട് നമ്മൾ രാവിലെ കഴിക്കുന്ന പുട്ട്, ദോശ, അതുപോലെ തന്നെ ചോറ്, ഇതൊക്കെ എന്താണ്, കാർബോഹൈഡ്രേറ്റ്സ് റിച്ച് ആണ്. അതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള അരിഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, നല്ല എനർജി കിട്ടുന്നുണ്ട്. സോ എനർജി ഗിവിങ് ആയിട്ടുള്ള ഒരു ന്യൂട്രിയൻ്റ് ആണ് കാർബോഹൈഡ്രേറ്റ്സ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ടേബിൾ വരച്ച ശേഷം ടേബിളിൽ കാർബോഹൈഡ്രേറ്റ് എന്ത് ചെയ്താൽ പറ്റും, ദേ ആർ എനർജി ഗിവിങ്, ദേ പ്രൊവൈഡ് എനർജി ടു ദ ബോഡി. Okay, fine. Now let's discuss on protein. Okay, protein has many roles in our body. It helps repair and build your body tissues, allows metabolic reactions, takes place and coordinates bodily functions. നമ്മുടെ ബോഡിയിൽ ഏറ്റവും കൂടുതൽ ഫങ്ഷൻ കാണുന്ന ഒരു ന്യൂട്രിയൻ്റ് ആണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രോട്ടീൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബോഡിയിലെ ടിഷ്യൂസിനെ, സെൽസിൻ്റെ ഒരു ഗ്രൂപ്പാണ് ടിഷ്യൂസ്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ടിഷ്യൂസിനെ റിപ്പയർ ചെയ്യാനും അതിനെ ബിൽഡപ്പ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരു ഘടകമാണ് പ്രോട്ടീൻ. സോ ദേ ആർ ബിൽഡിംഗ് ബ്ലോക്സ്. ഒരു ബോഡി ബിൽഡിംഗ് ആണ് എന്ത്, പ്രോട്ടീൻ്റെ ഫങ്ഷന്. ആൻഡ് അലൗസ് ഓൾ മെറ്റബോളിക് റിയാക്ഷൻസ്. നമ്മുടെ ബോഡിയിലുള്ള ഒരുപാട് മെറ്റബോളിക് റിയാക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നത് കുറേ പ്രോട്ടീൻസ് ആണ്. ആൻഡ് ദേ കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ്സ് ഓൾ ബോഡി ഫങ്ഷൻസ്. നമ്മുടെ ബോഡിക്കകത്തുള്ള ഒരുപാട് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും പ്രോട്ടീൻസിന് സാധിക്കുന്നുണ്ട്. ഇൻ അഡീഷൻ, അതിന് പുറമേ ആയിട്ട് ടു പ്രൊവൈഡിങ് യുവർ ബോഡി വിത്ത് എ സ്ട്രക്ചറൽ ഫ്രെയിം വർക്ക്. നമ്മുടെ ബോഡിക്ക് സ്ട്രക്ചറൽ ഫ്രെയിം വർക്കിനെ സഹായിക്കുന്നതും പ്രോട്ടീൻസ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ മുടി ഒരു പ്രോട്ടീനാണ്, അതുപോലെ തന്നെ നഖം ഒരു പ്രോട്ടീനാണ്. ഓക്കെ, പ്രോട്ടീൻ ഓൾസോ മെയിൻറ്റെയിൻ ദ പ്രോപ്പർ pH ആൻഡ് ഫ്ലൂയിഡ് ബാലൻസ്. നമ്മുടെ ബോഡിയിലെ പ്രോപ്പർ pH മെയിൻറ്റെയിൻ ചെയ്യാനും ഫ്ലൂയിഡ് ബാലൻസ് കൺട്രോൾ ചെയ്യാനും ഒക്കെ സഹായിക്കുന്നത് പ്രോട്ടീൻസ് ആണ്. ഇപ്പോൾ ഹോർമോൺസ് പ്രോട്ടീൻസ് ആണ്, എൻസൈംസ് പ്രോട്ടീനാണ്. അങ്ങനെ തുടങ്ങി നമ്മുടെ ബോഡിയിലെ മേജർ ഫങ്ഷൻസും കൺട്രോൾ ചെയ്യുന്നതിൽ ക്യാരി ചെയ്യുന്നത് പ്രോട്ടീൻസ് കൊണ്ടാണ്. ഇപ്പോൾ സ്ട്രക്ചറലായിട്ടും അല്ലെങ്കിൽ നമ്മുടെ ബോഡി ടിഷ്യൂസ് മെയ്ഡപ്പ് ചെയ്യാനൊക്കെ സഹായിക്കുന്നതും എന്താണ്, നമ്മുടെ പ്രോട്ടീൻസ് ആണ്. സോ ദേ ആർ ദി ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് അവർ ബോഡി ആൻഡ് ദേ മെയിൻറ്റെയിൻ ഓൾ ദി മെറ്റബോളിക് റിയാക്ഷൻസ്. ദേ കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ്സ് ബോഡി ഫങ്ഷൻസ് ആൻഡ് ദേ give a structural framework to our body and they maintain proper pH and fluid balance. So these are the important functions of protein. Okay, now let's discuss fats. ഫാറ്റ്സ് നമുക്കറിയാം, ഫാറ്റിൻ്റെ സോഴ്സ് നമുക്കറിയാം അല്ലേ. ഒരുപാട് കൊഴുപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഫാറ്റിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്. സോ ബോഡി യൂസസ് ഫാറ്റ് ആസ് എ സോഴ്സ് ഓഫ് ഫ്യൂവൽ. ഫ്യൂവലിൻ്റെ സോഴ്സാണ്, ഒരു ഇന്ധനമാണ് ശരിക്കും നമ്മുടെ ബോഡിക്ക് ഫാറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഫാറ്റ് ഈസ് ദി മേജർ സ്റ്റോറേജ് ഫോം ഓഫ് എനർജി ഇൻ ദി ബോഡി. ഒരു എനർജീൻ്റെ സ്റ്റോറേജ് ഫോമും കൂടിയാണ് ഫാറ്റ് എന്ന് പറയുന്നത്. കൊഴുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ എനർജി സംരക്ഷിക്കാൻ, മീൻസ് അതിനെ സ്റ്റോർ ചെയ്ത് വയ്ക്കാനുള്ള ഒരു ഉപാധിയാണ് ഫാറ്റ് എന്ന് പറയുന്നത്. ഫാറ്റ് ഓൾസോ ഹാസ് മെനി അതർ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഇൻ ദ ബോഡി ആൻഡ് ദേ മോഡറേറ്റ് എമൗണ്ട് ഇസ് നീഡഡ് ഇൻ ഡയറ്റ് ഫോർ ഗുഡ് ഹെൽത്ത്. അപ്പോൾ അധികമൊന്നും വേണ്ട, നമുക്കൊരു മോഡറേറ്റ് ആയിട്ടുള്ള എമൗണ്ട് മാത്രം മതി. ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഗുഡ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് അധികമൊന്നും ഫാറ്റിൻ്റെ ആവശ്യമില്ല, വളരെ കുറച്ച് മതി. എന്നാൽ കുറച്ച് വരുന്ന ഫാറ്റിന് ഒരുപാട് ഫങ്ഷൻസ് നമ്മുടെ ബോഡിയിൽ ചെയ്യാനുണ്ട്. ഫാറ്റ്സ് ഇൻ ഫുഡ് കം ഇൻ സെവറൽ ഫോംസ്. ദേ ഇൻക്ലൂഡിങ് സാച്ചുറേറ്റഡ്, മോണോ അൺസാച്ചുറേറ്റഡ് ആൻഡ് പോളിസാച്ചുറേറ്റഡ്. അത് നമുക്ക് പഠിക്കാൻ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ പിക്ചറിൽ കാണിച്ചിട്ടുള്ള പോലെ തന്നെ അതിൻ്റെ സോഴ്സ് അത് എവിടെ നിന്നാണ് വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഫാറ്റിൻ്റെ ഒരു ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ ദേ ആർ ദി മെയിൻ സ്റ്റോറേജ് ഫോം ഓഫ് എനർജി ആൻഡ് ദേ ആക്ട് ആസ് ദ ഫ്യൂവൽ സോഴ്സ്. അപ്പോൾ ഇത്രയാണ് ഫാറ്റ്സിൻ്റെ ഫങ്ഷൻസ്. മിനറൽസിൻ്റെ സോഴ്സ് കണ്ടാൽ തന്നെ ഭയങ്കര കളർഫുള്ളാണ്. നല്ല വെജിറ്റബിൾസും നല്ല ഫ്രൂട്ട്സും ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും പറയാറുണ്ട് നമ്മുടെ ഡയറ്റിൽ നമ്മൾ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ കൂട്ടണം എന്നുള്ളത്. നമ്മളൊരാൾക്ക് അസുഖമായി കിടക്കുമ്പോൾ നമ്മൾ ഫ്രൂട്ട്സാണ് കൊണ്ടുപോകാറുള്ളത് അല്ലേ. അപ്പോൾ അവർക്ക് ഒരുപാട് ഫങ്ഷൻസ് ബോഡിയിൽ ചെയ്യാനുണ്ടാവും. മിനറൽസ് ഹെൽപ്സ് യുവർ ബോഡി ടു ഗ്രോ, ഡെവലപ്പ് ആൻഡ് സ്റ്റേ ഹെൽത്തി. നമ്മുടെ ബോഡിയുടെ വളർച്ചയ്ക്കും വികാസത്തിൽ നല്ല ആരോഗ്യപരമായിട്ട് നിൽക്കാനൊക്കെ സഹായിക്കുന്നത് മിനറൽസാണ്. ദ ബോഡി യൂസസ് മിനറൽസ് ടു പെർഫോം മെനി ഫങ്ഷൻസ്. ഒരുപാട് ഫങ്ഷൻസ് ചെയ്യാൻ നമ്മളെ മിനറൽസിന് നമ്മുടെ ബോഡി യൂസ് ചെയ്യുന്നുണ്ട്. ഫ്രം ബിൽഡിംഗ്
സ്ട്രോങ് ബോൺസ്, നല്ല ശക്തിയുള്ള ബോൺസ് ബിൽഡ് ചെയ്യാൻ മുതൽ നമ്മൾ നെർവ് ഇമ്പൾസുകൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വരെ നമ്മൾ മിനറൽസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് നെർവ്, എന്താണ് ഇമ്പൾസ് എന്നത് അടുത്ത ക്ലാസ്സിൽ പഠിക്കും. മീൻസ് 10th സ്റ്റാൻഡേർഡിൽ പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ എത്ര ആലോചിച്ചാൽ മതി, നമ്മുടെ ബോഡിയിൽ ചെറിയ കാര്യം മുതൽ വലിയ കാര്യം വരെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് മിനറൽസിൻ്റെ സഹായം ആവശ്യമാണ്. സം മിനറൽസ് ആർ ഈവൻ യൂസ്ഡ് ടു മേക്ക് ഹോർമോൺസ് ഓർ മെയിൻറ്റെയിൻ എ നോർമൽ ഹാർട്ട് ബീറ്റ്. ചില മിനറൽസ് നമുക്ക് എന്ത് സഹായിക്കുന്നുണ്ട്, ഹോർമോൺസ് പ്രിപ്പയർ ചെയ്യാനും അതിൽ അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ഹാർട്ട് ബീറ്റ് കൺട്രോൾ ചെയ്യാനൊക്കെ മിനറൽസ് ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പിക്ചർ തന്നെ മനസ്സിലായിട്ടുണ്ടാവും മിനറൽസിൻ്റെ സോഴ്സ് എവിടെ നിന്നുണ്ടാകും. സാധാരണ നമ്മൾ വിറ്റാമിൻസിനെയും മിനറൽസിനെയും ഒരുമിച്ചാണ് പറയാനുള്ളത്. ഞാൻ പിന്നെ ഒരു ടേംസ് ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾ ടേബിളിൽ കൊടുത്തുകൊണ്ട് മാത്രമാണ് വിറ്റാമിൻസിനെയും മിനറൽസിനെയും സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നോ വിറ്റാമിൻസ്. വിറ്റമിൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ഡൈവേഴ്സാണ്. വിറ്റാമിൻ എ, ബി, സി, ഡി, അങ്ങനെ ഒരുപാട് വിറ്റാമിൻസ് നമുക്കറിയാം. അതിൻ്റെയൊക്കെ ഫങ്ഷൻസ് നിങ്ങൾക്കറിയാം. ദേ ഹെൽപ്പ് ഷോർ അപ്പ് ബോൺസ്, നമ്മുടെ ബോൺസിനൊക്കെ നല്ല ശക്തി കൊടുക്കാനും അതുപോലെ തന്നെ മുറിവുകളൊക്കെ പെട്ടെന്ന് മാറാൻ, ഹീൽ വൂൺസ് ആൻഡ് ബോൾസ്റ്റർ യുവർ ഇമ്മ്യൂൺ സിസ്റ്റം, അത് നമ്മുടെ പ്രതിരോധ ശക്തി വളരെ ബൂസ്റ്റപ്പ് ചെയ്യാനൊക്കെ സഹായിക്കുന്നത് നമ്മുടെ വിറ്റാമിൻസാണ്. നിങ്ങൾക്ക് ഓരോ വിറ്റാമിൻ്റെയും ഫങ്ഷൻസ് വളരെ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട് ചിലപ്പോൾ ക്ലാസ്സുകളിൽ. അപ്പോൾ ഇവിടെ വർക്ക് എന്താണെന്ന് വെച്ചാൽ വൈറ്റാമിൻസിൻ്റെ മേജർ ക്ലാസിഫിക്കേഷൻസ് കണ്ടെത്തിയിട്ട് ആ വൈറ്റമിൻസിൻ്റെ ഫങ്ഷൻസ് നിങ്ങൾ എഴുതിയിട്ട് എനിക്ക് അയച്ചു തരണം. ഓക്കെ, ഇവിടെ കാണിച്ചിട്ടുള്ളത് വിറ്റാമിൻസിൻ്റെ കോമൺ ക്യാരക്ടേഴ്സാണ്, കോമൺ ഫങ്ഷനാണ്. ദേ ഓൾസോ കൺവേർട്ട് ഫുഡ് ഇൻ ടു എനർജി ആൻഡ് റിപ്പയർ സെല്ലുലാർ ഡാമേജ്. നമ്മുടെ ഭക്ഷണത്തിനെ ഡൈജസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് എനർജി ഉണ്ടാക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻസാണ്. അതുപോലെ തന്നെ സെല്ലിന് എന്തെങ്കിലും ഡാമേജ് പറ്റിക്കഴിഞ്ഞാൽ അതിനെ റിപ്പയർ ചെയ്യുന്നത് വിറ്റാമിൻസ് തന്നെയാണ്. അപ്പോൾ വിറ്റാമിൻസിൻ്റെ ഇപ്പോൾ എ, ബി, സി അങ്ങനത്തെ ക്ലാസിഫിക്കേഷൻ ഒരുപാടുണ്ട്. ആ ഓരോ വിറ്റാമിനും ഓരോ ഫങ്ഷനാണ്. അപ്പോൾ അത് കണ്ടെത്തിയിട്ട് എഴുതിയിട്ട് എനിക്ക് അയച്ചു തരണം. ആൻഡ് ഫൈനലി വാട്ടർ. നമുക്കറിയാം വാട്ടറിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം എന്നുള്ളത്. നമ്മുടെ ബോഡിയിലേക്ക് വാട്ടറിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഡെയിലി 8 ഗ്ലാസോളം വെള്ളം കുടിക്കണമെന്ന് പറയുന്നത്. അത്ര ഇമ്പോർട്ടൻ്റ് ആണ് വാട്ടർ എന്ന് പറയുന്നത്. സോ വാട്ടർ ഈസ് റിക്വയർഡ് ഫോർ ഡൈജഷൻ, അബ്സോർപ്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ഡിസോൾവിങ് ന്യൂട്രിയൻസ്, എലിമിനേഷൻ ഓഫ് വേസ്റ്റ് പ്രൊഡക്ട്സ് ആൻഡ് തെർമോ റെഗുലേഷൻ. സോ ഇത്രയും പറഞ്ഞത് നമ്മൾ എന്താണ് വാട്ടറിൻ്റെ ഫങ്ഷൻസാണ്. ഡൈജഷൻ സഹായിക്കുന്നുണ്ട്, ഡൈജസ്റ്റ് ചെയ്ത ഫുഡിൽ നിന്ന് ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്, ആ ന്യൂട്രിയൻസിനെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കാനുള്ള ട്രാൻസ്പോർട്ടേഷൻ സഹായിക്കുന്നുണ്ട്. ഇനി ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് ന്യൂട്രിയൻസ് സെല്ലിലേക്ക് ഡിസോൾവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഇനി ആ സെല്ലിനകത്ത് ഈ ന്യൂട്രിയൻസ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് എന്തെങ്കിലും വേസ്റ്റ് മെറ്റീരിയൽസ് സെല്ലിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്ത് നമ്മുടെ തെർമോ റെഗുലേഷന് സഹായിക്കുന്നത് വാട്ടറാണ്. സോ ഒരു വലിയൊരു ഫങ്ഷൻ തന്നെയാണ് വാട്ടറിനുള്ളത്. എന്താണ് വാട്ടറിൻ്റെ ഫങ്ഷൻ എന്ന് ചോദിച്ചാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിന് നമുക്ക് എന്ത് കിട്ടും, വാട്ടറിൻ്റെ ഫങ്ഷൻസ് കിട്ടും. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫില്ല് ചെയ്യാനുള്ള ടേബിളിലുള്ള ഇൻഫർമേഷൻസ് റെഡിയാണ്. അപ്പോൾ നിങ്ങൾ ആ ടേബിൾ നോട്ട്ബുക്കിലേക്ക് മാറ്റി വരച്ച ശേഷം എഴുതിയിട്ട് എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തരണം. അപ്പോൾ രാവിലെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ന് എന്തായിരുന്നു നിങ്ങളുടെ വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ്? പുട്ട്, ദോശ, ഇഡ്ഡലി, ചപ്പാത്തി, അപ്പോൾ ഈ പത്തിരി. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയിട്ട് വലിയ നീണ്ട നേരം തന്നെ ആയിരിക്കും നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. നിങ്ങൾ രാവിലെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ്, ഇപ്പോൾ പുട്ടും കടലക്കറി ആവട്ടെ, പത്തിരി ചിക്കൻ കറി ആവട്ടെ, എന്തെല്ലാവട്ടെ, കഴിച്ച ആ ഒരു ഭക്ഷണം അതുപോലെയാണോ ഇപ്പോൾ നിൽക്കുന്നത്? യെസ്, നമുക്കറിയാം നമ്മൾ കഴിച്ച ഫുഡ് മെറ്റീരിയൽസ് അതുപോലെയല്ല നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യുന്നത്. കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി എന്നാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ബോഡിയിലേക്ക് നമ്മൾ വലിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഭക്ഷണമൊക്കെ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പഠിക്കാനുള്ള ഏറ്റവും വലിയ സിസ്റ്റമാണ്. നോക്കാം നമുക്ക് ഏതാണെന്നുള്ളത് കേട്ടോ. യെസ്, ഇറ്റ് ഈസ് ദി ഡൈജസ്റ്റീവ് സിസ്റ്റം. സോ ഡൈജഷൻ ഈസ് ദി പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് കോംപ്ലക്സ് ഫുഡ് മെറ്റീരിയൽസ് ഇൻ ടു സിമ്പിൾ അബ്സോർബിൾ ഫോംസ്. അതായത് നമ്മൾ കഴിച്ച പുട്ടൊക്കെ അതുപോലെ കണ്ട് ബോഡി സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സെൽസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൽ നിന്ന് കിട്ടുന്ന ന്യൂട്രിയൻസിന് നേരിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡ് മെറ്റീരിയൽസിനെ ഡൈജസ്റ്റ് ചെയ്തിട്ട് മീൻസ് അതിനെ സിമ്പിൾ ഫോം ആക്കിയിട്ട് മാറ്റലാണ് ഈ ഒരു പ്രോസസ്സ് അല്ലേ. അപ്പോൾ
ദിസ് എ പ്രോസസ് ഓഫ് കൺവേർട്ടിങ്, നേരെ മാറ്റുകയാണ്. എന്തിനെ മാറ്റുന്നത്? കോംപ്ലക്സ് ഫുഡ് മെറ്റീരിയൽസ് ഇൻ ടു സിമ്പിൾ അബ്സോർബിൾ ഫോം. അതായത് വലിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ ആഗിരണം ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫോമിലായിരിക്കും എന്ത് ചെയ്യുന്നത്? കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡ് മെറ്റീരിയൽസിനെ നമ്മൾ സിമ്പിളായിട്ട് മാറ്റുന്നത്. സിമ്പിൾ അബ്സോർബിൾ ഫോം. ഓക്കെ, അപ്പോൾ ഈ പിക്ചറിൽ കാണിച്ചിട്ടുള്ളതാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഇറ്റ് ഇൻക്ലൂഡ്സ് salivary glands, tongue, epiglottis, esophagus, liver, stomach, gallbladder, then duodenum, pancreas, ileum and colon. അപ്പോൾ ഇത്രയുമാണ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ പാർട്സ് എന്ന് പറയുന്നത്. നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിൽ നമുക്ക് ഉടനീളം കേൾക്കേണ്ട കുറച്ച് വാക്കുകളാണ് ഇതൊക്കെ. അപ്പോൾ ഈ ഒരു പിക്ചറും ഈ ഒരു പേരുകളും നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് മനസ്സിലിട്ട് വായിച്ചിട്ട് ആ പേരുകളൊന്ന് മാറ്റി എഴുതിയിട്ട് എനിക്ക് അയച്ചതാണ് കേട്ടോ. ഫിഗർ 2.1 ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം. അപ്പോൾ ഈ ഒരു പിക്ചർ നിങ്ങൾ മനസ്സിലാക്കണം. കാരണം എക്സാമിന് എപ്പോഴും ചോദിക്കാറുണ്ട് ഈ പിക്ചർ എന്നിട്ട് ഈ പാർട്ട് മാർക്ക് ചെയ്യാന്നുള്ളത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരുപാട് പാർട്സ് മാർക്ക് ചെയ്യാനുണ്ട് നമുക്ക്. അപ്പോൾ തൊട്ട് മുന്നേ കാണിച്ച സ്ലൈഡ് റെഫറൻസ് ആക്കി എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ഈ ഒരു പാർട്സ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയത് എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തരണം. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ഈ ഒരു വലിയൊരു പ്രോസസ്സിൻ്റെ പിന്നിലുള്ള പാർട്സ് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ സ്വയം കണ്ടെത്തിയിട്ട് ഈ പാർട്സിനെ കുറിച്ചുള്ള നോട്ട്സൊക്കെ എഴുതിയിട്ട് എനിക്ക് അയച്ചു തരണം. ഞാൻ അടുത്ത ക്ലാസ്സിൽ ഈ പാർട്സിനെ വെച്ചിട്ടായി തുടങ്ങുന്നുണ്ടാവുക. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ പാർട്സ് നന്നായിട്ട് പഠിക്കണം. പുതിയ ടേംസാണ്, പുതിയ പേരുകളാണ്. അപ്പോൾ ഈ പാർട്സ് നന്നായി പഠിച്ച ശേഷം മാത്രമേ ഞാൻ ക്ലാസ് ബാക്കിയുള്ളത് കണ്ടിന്യൂ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ പാർട്സ് നന്നായിട്ട് മനസ്സിലാക്കി അത് മാർക്ക് ചെയ്ത് അതിൻ്റെ ഫോട്ടോ എനിക്ക് അയച്ചു തരണം. അപ്പോൾ നമ്മളിന്ന് ഈ ക്ലാസ്സിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്തൊക്കെയായാലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ന്യൂട്രിയൻസ് ആൻഡ് ദെയർ ഫങ്ഷൻസ്. പിന്നെ പറഞ്ഞത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിസ്റ്റമാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം. അതിൻ്റെ പാർട്സിൻ്റെ പേരുകൾ പഠിച്ചിട്ട് നിങ്ങൾ എനിക്ക് എന്ത് ചെയ്യണം? അത് അയച്ച് തരണം. ഓക്കെ, താങ്ക് യു.